ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. അപ്പൊ ഇന്ന് അവസാന ഭാഗമായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഗൗതമിന്റെ മുമ്പിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിങ്ങനെ അരുൺ നിൽക്കുകയാണ്. അരുണിന് പണ്ടും നന്ദയോടൊരു സ്നേഹമുണ്ട്, ഇപ്പോഴും നന്ദയോടൊരു സ്നേഹമുണ്ട്. അപ്പൊ അരുൺ ചോദിക്കുന്ന വേറൊന്നുമല്ല, നമ്മളെല്ലാം നന്ദ വരാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പൊ നന്ദ വരില്ലെന്ന് വിശ്വസിച്ചതുമാണ്, മരിച്ചു പോയി എന്ന് വിശ്വസിച്ചു. പക്ഷെ അതിൽ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എന്താണ് ഗൗതമേട്ടന് പറ്റിയത്? ഗൗതമേട്ടൻ എന്തുകൊണ്ടാണ് നന്ദയെ വെറുക്കുന്നത്? ഇനി ഈ ഗൗതമേട്ടന്റെ ജീവിതത്തിലേക്ക് നന്ദ വന്നാൽ ഗൗതമേട്ടൻ സ്വീകരിക്കുമോ എന്ന കുറെ ക്വസ്റ്റ്യൻസിന് പകച്ചു നിൽക്കുന്ന നമ്മുടെ ഗൗതം പറഞ്ഞു, അരുൺ നീ എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, അവൾ ഇനി എന്റെ ജീവിതത്തിലേക്ക് എങ്ങനെ തിരിച്ചു വരാനാ? അവൾ എന്റെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരില്ല. കാരണം അവളുടെ ജീവിതം അവളിപ്പോ അവളുടെ മോൾക്കും അതുപോലെ തന്നെ അവളുടെ മോളുടെ അച്ഛനോ ആരെങ്കിലും ആയിക്കോട്ടെ, അവർക്കൊക്കെ വേണ്ടി മാറ്റി വെച്ചിരിക്കുക. അപ്പൊ ഇനിയിപ്പം എങ്ങനെ അവൾ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും? ഇതുപോലെയുള്ള പൊട്ട ക്വസ്റ്റ്യൻ ചോദിക്കാതെ അരുൺ എന്ന് പറഞ്ഞപ്പം, അല്ല ഇത് പൊട്ട ക്വസ്റ്റ്യൻ ആണെന്ന് എന്തുകൊണ്ട് ഗൗതമേട്ടൻ പറഞ്ഞു? അല്ല, ഗൗതമേട്ടൻ അറിയാമോ ഈ ഗൗരിമോൾ ആരാ? അതുപോലെ തന്നെ ഇവിടെ ആരോ വന്ന് എന്തൊക്കെയോ പറഞ്ഞതിന്റെ പേരിലാണല്ലോ ഇപ്പോഴ് ഗൗതമേട്ടൻ നന്ദേടത്തി എന്ന് തന്നെ ഞാൻ പറയും, പോട്ടെ, അല്ലെങ്കിൽ പിന്നെ നന്ദേനെ ഇതുപോലെ അവഗണിക്കുകയും പരിഹസിക്കുകയും അതുപോലെ തെറ്റിദ്ധരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നിർത്ത് അരുൺ, ഇത് തെറ്റിദ്ധാരണയൊന്നുമല്ല, ഇത് സത്യമായ കാര്യമാണ്. എവിടെയോ കിടക്കുന്ന ഒരു സ്ത്രീക്ക് ഇവിടെ വന്ന് നന്ദയുടെ കുറ്റം പറഞ്ഞിട്ട് ആ സ്ത്രീക്ക് എന്ത് കിട്ടാനാണ്? ആ സ്ത്രീക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടാനില്ല. ആ സ്ത്രീ സമൂഹത്തിൽ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഇങ്ങനെ വന്നൊരു കാര്യം പറഞ്ഞത്, ഞാൻ ഒരു കമ്മീഷണർ എന്ന നിലയിൽ എനിക്ക് ഇനി മുന്നോട്ടേക്കുണ്ടാകുന്ന ആ ഒരു പോരായ്ക്കുറവ് അത് എന്താണെന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. ഇനി ഞാൻ നന്ദയുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ ജോലിയെ ബാധിക്കുന്ന മാറ്റങ്ങൾ, അതുകൊണ്ടൊക്കെയാണ് ആ സ്ത്രീ എന്നോട് വന്ന് പറഞ്ഞത്. അല്ലാതെ ആ സ്ത്രീക്ക് എന്ത് വിരോധമാണ് ഇരിക്കുന്നത്? ആ സ്ത്രീ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു. പിന്നെ ആ സ്ത്രീ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനും കാരണമുണ്ട്, തെളിവ് സഹിതം. അവളുടെ കൂടെ ഒരു കുട്ടിയുണ്ടല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ നിർമ്മൽ എന്ന് പറയുന്ന ഒരുത്തൻ ഉണ്ടല്ലോ, അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ആ നിർമ്മൽ എന്ന് പറയുന്ന ഒരുത്തൻ അത് നന്ദയുടെ ഭർത്താവായിട്ട് നന്ദയുടെ കൂടെ നിൽക്കുന്ന ആളാണ്. ഭർത്താവായിട്ടല്ല, ഭർത്താവാണ്. അവന് ഉണ്ടായ ഒരു സന്തതിയാണ്, ജാരസന്തതിയാണ് അവൾക്കുള്ളത്, അവളുടെ കൂടെ ഉള്ളത്. ഇനി ഞാൻ എന്തിനു അവളെ സ്വീകരിക്കണം? ഇനി എന്തിനു ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കണം? ഇല്ല, ഒരിക്കലും എനിക്കിനി അവളെ വേണ്ട. അവളെ ഞാൻ സ്വീകരിക്കാനും പോകുന്നില്ല. അവളുടെ ആ ഒരു പ്രവൃത്തിയെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇനിയിപ്പൊ എന്ത് സംഭവിച്ചോട്ടെ, എന്തും ആയിക്കോട്ടെ, ഞാൻ ഒരിക്കലും അവളെ സ്വീകരിക്കില്ല എന്ന് പറയുമ്പം, എങ്കിൽ പിന്നെ ഗൗതമേട്ടന് പിങ്കിയെ സ്വീകരിക്കാൻ പറ്റുമോ? പിങ്കിയെ സ്വന്തം ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ? ഈ ചോദ്യത്തിന് മുന്നിൽ നമ്മുടെ ഗൗതമിന് ഉത്തരവില്ല കേട്ടോ. സത്യത്തില് ഗൗതമിന് പിങ്കിയെയും സ്വീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ പിങ്കി അടുത്ത് വേണം താനും ആ ഒരു നിലപാടാണ്. സത്യത്തിൽ നിലപാടില്ല നമ്മുടെ ഗൗതമിന്. അതാണ് സത്യത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരുണിനൊരു ചിന്തയുണ്ട്. ഒരിക്കലും നന്ദ അങ്ങനെ ചെയ്യില്ല എന്ന് അരുണിന് നന്നായിട്ട് അറിയാം. നന്ദ അങ്ങനെ നിർമ്മലിന്റെ കൂടെ ഒരിക്കലും നന്ദ അങ്ങനെ ഒരു ബന്ധം പുലർത്തില്ല. അല്ലെങ്കിൽ തന്നെ നന്ദേനെ നന്നായിട്ട് അറിയാം നമ്മുടെ അരുണിനെ. കാരണം അരുൺ ഒരുപാട് നന്ദയുമായിട്ട് കൂട്ടായിരുന്നു. അവര് ഭയങ്കര നല്ലൊരു ഫ്രണ്ട്. ചേടത്തിയും അനിയനും തമ്മിലുള്ള ഒരു ബന്ധമല്ല, അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അരുണിന് നന്നായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അരുണ് പെട്ടെന്ന് നിർമ്മലിനെ ഒന്ന് കാണാൻ പോവുകയാണ്. അങ്ങനെ നിർമ്മലിന്റെ നമ്പർ എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ച് നിർമ്മലിനെ വിളിച്ചു, നിർമ്മലിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിനിടയിൽ നിർമ്മലിനോട് പറയുന്നത് നമ്മുടെ അരുണ് വേറെ ഒന്നുമല്ല, നിങ്ങൾ എന്തിനാണ് നന്ദയുടെ ജീവിതത്തിൽ വന്നത്? നിങ്ങൾ എന്തിനാണ് അവരുടെ ജീവിതത്തിൽ വന്ന് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്? ഇത്രയും നാള് നന്ദ ഇങ്ങോട്ടേക്ക് വന്നിരുന്നില്ല. നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയായിരുന്നുവെങ്കിൽ, അവളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ, ഗൗതമേട്ടനും നന്ദയും ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് പറയില്ലായിരുന്നോ? പക്ഷെ നിങ്ങൾ ആ സമയത്ത് ഗൗതമേട്ടന്റെ സ്ഥാനം പിടിച്ചടക്കിയത് എന്തിനാണ്? നിങ്ങളുടെ കുഞ്ഞാണോ നന്ദയുടെ കൂടെയുള്ള ഗൗരിമോള്? എനിക്കത് അറിഞ്ഞേ പറ്റൂ. കുറെ തവണ ഞാൻ ആവർത്തിച്ചിട്ടുണ്ട്, എന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നില്ല. നിർമ്മലിന്റെ കുഞ്ഞാണോ ഗൗരി എന്ന് പറയുന്ന നന്ദയുടെ കൂടെയുള്ള ഇപ്പോഴത്തെ കുട്ടി? അതാണ് എനിക്ക് അറിയേണ്ടതെന്ന് പറയാ.
നമ്മുടെ നിർമ്മലിന് സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ നന്ദയ്ക്ക് കൊടുത്ത വാക്കാണ് ഇതാരോടും പറയില്ല, പുറത്തറിയിക്കില്ല എന്ന ഒരു സത്യം. അത് സത്യം തന്നെയാണ് നമ്മുടെ നിർമ്മൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിർമ്മൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്റെ ഈശ്വര, ഞാൻ ആകെപ്പാടെ പെട്ടു നിൽക്കുകയാണല്ലോ, ഇതിപ്പോ ഞാൻ എന്താ പറയേണ്ടതെന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും അരുൺ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, നിർമ്മൽ പറയൂ നിർമ്മൽ, നിന്റെ കുഞ്ഞാണോ ഗൗരിമോൾ എന്ന്. അപ്പൊ നമ്മുടെ നിർമ്മല് ഒന്നും പറയാതെ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ആൻസർ കൊടുക്കുന്നില്ല നമ്മുടെ നിർമ്മല്. അപ്പൊ തന്നെ അരുണിന് വല്ലാത്തൊരു ഡൗട്ടും ഒക്കെ ആയി തുടങ്ങി, വല്ലാത്ത ഡൗട്ടായി തുടങ്ങി. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഗൗരിമോളും നന്ദയും കൂടി നന്ദുമോനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ നന്ദുമോൻ എന്ത് ചെയ്താൽ വരുന്നില്ല. അപ്പം ഗൗരിമോൾക്ക് ഇങ്ങനെ നോക്കിയിരിക്കാനൊന്നും പറ്റില്ല. ഗൗരിമോൾ എന്ത് ചെയ്തു, നേരെ ഫോൺ എടുത്ത് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദുമോനാണ് ഫോൺ എടുത്തത്. അപ്പൊ നന്ദുമോൻ ഫോൺ എടുത്തിട്ട്, അതെ ഗൗരി, ഞാനിന്ന് വരില്ല കേട്ടോ എന്ന് പറഞ്ഞു. അതെന്താ നന്ദുമോൻ ഇന്ന് വരാത്തത്? അത് പിന്നെ നന്ദുമോന് പ്രാക്ടീസ് ഉള്ളതല്ലേ, അത് മാത്രമല്ല നന്ദുമോന് മീറ്റ് ഉള്ളതല്ലേ, മീറ്റിൽ പങ്കെടുക്കാൻ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറയുമ്പം, അത് പിന്നെ ദേ എന്റെ അച്ഛനുണ്ടല്ലോ, വീണ്ടും എന്റെ പപ്പ വീണ്ടും കലിപ്പില, ഒറ്റക്കലിപ്പില എന്റെ പപ്പ എന്നെ വിടൂലെന്നാ പറയുന്നത്. ഇനി അങ്ങോട്ടേക്കേ വിടില്ല. ഡോക്ടർ ആന്റിയുടെ അടുത്തത് പ്രാക്ടീസ് ഒന്നും വേണ്ട, അച്ഛൻ എനിക്ക് പപ്പ എനിക്ക് പ്രാക്ടീസ് തന്നോളാന്നാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം, അതെന്താ പെട്ടെന്ന് നന്ദുമോന്റെ പപ്പയ്ക്ക് ഒരു മാറ്റം? അല്ല, നന്ദുമോന്റെ പപ്പയും അമ്മയും ഒക്കെ കൂടിയല്ലേ ഇവിടെ നന്ദുമോനെ കൊണ്ടാക്കിക്കൊണ്ടിരുന്നത്, പിന്നെ പെട്ടെന്ന് ഇതെന്താ പറ്റിയത്? എനിക്ക് അറിയില്ല ഗൗരി എന്താ പറ്റിയതെന്ന്. ഏതായാലും ഡോക്ടർ ആന്റിയുടെ അടുത്ത് ഇനി എന്നെ വിടില്ലെന്നാ പറഞ്ഞത്. ഞാൻ ഒരുപാട് കരഞ്ഞു നോക്കി, എന്നിട്ടൊന്നും സമ്മതിക്കുന്നില്ല, എന്നെ വിടില്ലെന്ന് തന്നെയാ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ഈ കുട്ടി പറയാണ്. ഏതായാലും ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗരിമോള് നന്ദയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ അമ്മേ, ഇന്നേ നന്ദു വരില്ല കേട്ടോ, നന്ദു ഇന്ന് വരില്ലെന്നാ പറഞ്ഞത്. അതെന്താ നന്ദു വരാത്തത്? അത് പിന്നെ നന്ദുവിന്റെ അച്ഛൻ വീണ്ടും വഴക്കുണ്ടാക്കിയെന്ന്. നന്ദുവിന്റെ അച്ഛൻ ദേ വഴക്കാന്നാ പറഞ്ഞേ, അതുകൊണ്ട് നന്ദുവിനെ ഇനി ഇങ്ങോട്ട് വിടില്ലത്രേ. ആണോ? അല്ല, മോളോട് ഇതാരാ പറഞ്ഞേ? ഞാൻ വിളിച്ചിരുന്നു. ഞാൻ നന്ദുമോൻ വരാത്തപ്പം അമ്മയോട് ചോദിക്കാതെ നന്ദുമോനെ ഒന്ന് വിളിച്ചു. അപ്പം നന്ദുമോനാ പറഞ്ഞത്. ആണോ? എനിക്ക് സാരമില്ല കേട്ടോ. ദേ അമ്മേ, ഞാനൊരു കാര്യം പറയാം. നന്ദുവിന്റെ പപ്പയുണ്ടല്ലോ, നന്ദുവിന്റെ പപ്പ ഇങ്ങനെ വാശി കാണിക്കുന്നത് എന്തിനാ? ഈ വാശി കാണിക്കുന്നത് നന്ദുവിന്റെ പപ്പ തോക്കാൻ വേണ്ടിയാ. വാശി കാണിച്ചാൽ എന്താ സംഭവിക്കുക? അവിടെ തോൽവി ഉണ്ടാവില്ലേ? അതുകൊണ്ട് നന്ദുവിന്റെ പപ്പ തോറ്റു പോവേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ പറഞ്ഞു, മോൾ അതൊന്നും കാര്യമാക്കണ്ട, എന്തായാലും വരുവാണേ വരട്ടെ, ഏതായാലും അമ്മയൊന്ന് വിളിച്ച് ചോദിച്ചോളാം, നന്ദുവിന്റെ അമ്മയോട് വിളിച്ച് ചോദിച്ചോളാം എന്ന് പറഞ്ഞ് പിങ്കിനെ നേരെ വിളിക്കുകയാണ്. അപ്പൊ പിങ്കിനെ നേരെ വിളിച്ചിട്ട്, എന്താ പിങ്കി പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ, എനിക്കറിയില്ല എന്താ പ്രശ്നം എന്താണെന്ന്, ഏതായാലും അങ്ങോട്ടേക്ക് വിടില്ലെന്നാ പറയുന്നത്. എനിക്കറിയില്ല എൻ്റെ കുട്ടീനെ ഇട്ട് എന്താ ഇങ്ങനെ ഈ പന്ത് തട്ടുന്നതെന്ന്. ഞാന് ഗൗതമിനോട് കാര്യമായിട്ട് സംസാരിച്ചു, പക്ഷെ എപ്പോഴത്തെയും പോലെയല്ല, ഇന്ന് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. എങ്കിൽ പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. പിങ്കി അതുപോലെ ചെയ്യാൻ പറഞ്ഞ് കുട്ടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പിങ്കിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് പ്രകാരം നമ്മുടെ പിങ്കി ഈ കുട്ടീനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിനിടയിൽ ഈ കുട്ടി ഒന്ന് വീഴുവാണ് കേട്ടോ. ഈ കുട്ടി വീണിട്ട് ഈ കുട്ടിക്ക് പിന്നെയും ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ വരികയാണ്, നന്ദേനെ തന്നെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. സത്യം പറഞ്ഞാൽ ഗൗരിമോള് പറഞ്ഞത് ശരിയാണ്. വീണ്ടും വീണ്ടും ഈ വയ്യായിക വരുത്തി വെക്കുന്നത്, വാശിയിലൂടെ തോക്കുന്നത് നമ്മുടെ ഗൗതം തന്നെയാണ്. അത് ഗൗതം അറിയുന്നില്ല. അപ്പൊ ഇതിനിടയ്ക്കാണ് നമ്മുടെ നിർമ്മല് വന്ന് കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. ആരോട്? നന്ദയോട്. ഇങ്ങനെ അരുൺ എന്നെ കാണാൻ വന്നിരുന്നു, എന്നോട് സംസാരിച്ചിരുന്നു, എന്നോട് ആവർത്തിച്ച് ചോദിച്ചു, ഗൗരിമോളുടെ അച്ഛൻ ആരാണ്, ഞാനാണോ എന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ നിർമ്മല എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ എന്ത് പറയാനാ, ഞാനൊരു ആൻസറും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പം, അത് തന്നെയാണ് നിർമ്മൽ നല്ലത്, ഇനിയിപ്പം ഏതായാലും അരുൺ എന്നെ വിളിക്കുമായിരിക്കുമല്ലോ, ഞാൻ അവൻ എന്താണെന്ന് വെച്ചാൽ മറുപടി കൊടുത്തോളാം എന്ന് പറയണം. ഏതായാലും അതുപോലെ തന്നെ നമ്മുടെ അരുൺ നിർമ്മലിനെ വിളിക്കുകയാണ് കേട്ടോ. സോറി, നിർമ്മലിനെ അല്ല, നന്ദേനെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നന്ദയും അരുണും തമ്മിൽ കാണാനിടയാകുന്നു. അങ്ങനെ നമ്മുടെ നന്ദയോട് ഓരോ കാര്യങ്ങൾ എണ്ണി പിറക്കി ചോദിക്കുക, എന്താണ് നന്ദ നിനക്ക് പറ്റിയത്? നീ ഇവിടുന്ന് പോയി, ജീവിച്ചിരിപ്പുള്ള നിനക്കൊരു കോള് ചെയ്യായിരുന്നല്ലോ, ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന്. ഞങ്ങൾക്കതൊന്നും അറിയില്ലായിരുന്നു. എങ്കിൽ നിനക്കൊരു കോള് ചെയ്യുകയായിരുന്നെങ്കിൽ ഗൗതമേട്ടന്റെ ജീവിതം ഇങ്ങനെ ആവില്ലായിരുന്നല്ലോ എന്ന് പറയട്ടെ. എന്ത് ജീവിതം? ഗൗതമേട്ടന്റെ ജീവിതം എന്തായെന്നാ അരുൺ നീ പറയുന്നത്? ഗൗതമിന്റെ ജീവിതമല്ല, ഗൗതം സാറിന്റെ ജീവിതമല്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആയതെന്നൊക്കെ ഇങ്ങനെ എണ്ണിപ്പിറക്കി പറയാണ് കേട്ടോ നമ്മുടെ നന്ദ. അപ്പം നന്ദയോട് ചോദിക്കുന്നുണ്ട്, ഗൗരിമോളുടെ അച്ഛൻ ആരാണെന്ന്. അപ്പം നന്ദ പറയുന്നുണ്ട്, ആ ഒരു സത്യം അത് എൻ്റെ മനസ്സിൽ ഇന്നും ഇരിക്കുകയുള്ളൂ, ഒരിക്കലും ആ സത്യം പുറത്തു പോവില്ല. പിന്നെ നിങ്ങളൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടല്ലോ, നിർമ്മലാണോ ഗൗരിയുടെ അച്ഛനെന്ന്.
അതിന് വേണമെങ്കിൽ ഞാനൊരു ആൻസർ പറയാം. ഒരിക്കലും നിർമ്മലല്ല. നിർമ്മലിന് ഒരിക്കലും അങ്ങനെ ആകാൻ സാധിക്കില്ല. നിർമ്മലിനെ ഞാൻ എന്നും നിന്റെ സ്ഥാനത്തെ പോലെ എൻ്റെ ഒരു അനിയനായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരിക്കലും നിർമ്മല് അവളുടെ അച്ഛനാവില്ല എന്നൊരു ഉറപ്പ് നമ്മുടെ അരുണിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അരുൺ ഏതായാലും തപ്പി കണ്ടുപിടിക്കും. അരുൺ ഇനി ഇതിന്റെ പുറകെ നടക്കുകയാണ്. നിർമ്മലുമായിട്ട് ഇനി അരുൺ ബന്ധപ്പെടും. അതുപോലെ തന്നെ നിർമ്മലും അരുണും കൂടി ചേർന്ന് ഇനി അവരുടെ ഒരു കൂട്ടായ പരിശ്രമമാണ് നന്ദയെയും ഗൗതമിനെയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കാന്ന്. ഏതായാലും പക്ഷെ ഈ ഗൗതം അത്ര ആള് ശരിയൊന്നുമല്ല. കാരണം ഗൗതമിന് വേണമെങ്കിൽ ഇതെല്ലാം കണ്ടുപിടിക്കാം, വേണമെങ്കിൽ തൻ്റെ കുഞ്ഞാണെന്നത് അറിയാം, തെളിയിക്കാം. സ്വന്തം ഭാര്യയാണല്ലോ. ഈ പിങ്കി എന്നു മുതലാ കൂടെ കൂടിയത്. പിങ്കി കാര്യം നേടാൻ വേണ്ടി മാത്രമാണ് കൂടെ കൂടിയിരിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടെങ്കിൽ അത് ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിലും വൻ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗൗതം. പറയാതിരിക്കാൻ വയ്യ. ഇനിയിപ്പം ഗൗതം ഫാൻസ് ഉണ്ടെങ്കിൽ തന്നെ പൊങ്കാല ഇടാൻ വരരുത് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കട്ടോ. അപ്പൊ അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എന്ന് നമ്മൾ ഉച്ചയ്ക്കൊരു 2:30 കൂടിയാണ് പ്രമോ വിശേഷം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിശേഷം നിങ്ങളിപ്പോ കണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത്, ഞാൻ രാവിലെ വിശേഷം ഇന്നത്തെ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ പലരും കണ്ടു കാണും. ഇനി കണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളായിട്ട് നടന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പവിത്രനെ കുറിച്ച് ഒരു ചെറിയൊരു സംശയമുണ്ട്. നമ്മുടെ ലക്ഷ്മിക്കും മോഹിനിക്കും ഒക്കെ പ്രഗ്നന്റ് ആണോ എന്ന്. ആ ഒരു വിശേഷം നടന്നു. ആ ഒരു ഭാഗം ഉണ്ടായിരുന്നു, ഇന്ന് സീൻ കാണിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗൗതമും അരുണും തമ്മിലുള്ള ആ ഒരു സംഭാഷണം. നമ്മുടെ അരുണിന് ഇപ്പോഴും നന്ദയെ വിശ്വാസമാണ്. എന്തുകൊണ്ടാണ് നന്ദയെ ഗൗതമേട്ടൻ തള്ളി പറയുന്നത് എന്ന ആ ഒരു ചോദ്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് സന്ദർഭങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട സീൻ എന്നൊക്കെ പറഞ്ഞ ആ 2 സീനൊക്കെയാണ്. വേറെ സീനുകൾ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്നും പ്രമോ വിശേഷവുമായിട്ട് ഉച്ചയ്ക്ക് 2:30 വരുന്നത്. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. പിന്നെ ഒരു കാര്യം അറിയാൻ മറന്നുപോയി. നമ്മുടെ പുതിയ കഥയായ ടീച്ചറമ്മ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ ടീച്ചറമ്മ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായമൊക്കെ പറയുക. നമ്മൾ കഥ ഇടണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളൊന്ന് പറയുവാണെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കഥ ഇടുന്നതായിരിക്കും കേട്ടോ. ടാറ്റാ ബൈ ബൈ.